സംസ്ഥാനത്ത് സ്വിഗ്ഗി ജീവനക്കാർ സമരത്തിൽ. തിരുവനന്തപുരം പാളയത്ത് സമരത്തിൽ പങ്കെടുക്കാതെ ജോലിക്ക് കയറിയ ഒരു വിഭാഗം ജീവനക്കാരെ തടഞ്ഞു. ഇത് തർക്കത്തിനിടയാക്കി. കൂലിയുമായി ബന്ധപ്പെട്ട വേതനവുമായി ബന്ധപ്പെട്ട തർക്കമാണ് ഇപ്പോൾ സമരത്തിലേക്ക് ഇവരെ നയിച്ചിരിക്കുന്നത്. ആദ്യം തിരുവനന്തപുരത്താണ് സമരം പ്രഖ്യാപിച്ചത് എങ്കിലും ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി ഈ സമരം നീട്ടിയിരിക്കുകയാണ്, വ്യാപിപ്പിച്ചിരിക്കുകയാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. അല്പം മുമ്പാണ് ഈ ജീവനക്കാർ തമ്മിലുള്ള തർക്കത്തിനും തിരുവനന്തപുരം സാക്ഷ്യം വഹിച്ചത്. ഈ സമരത്തിൽ പങ്കെടുക്കാതെ ഒരു വിഭാഗം ജീവനക്കാർ ജോലിക്ക് കയറിയതാണ് തർക്കത്തിന് ഇടയാക്കിയത്. വി അരുൺ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, ഈ വേതനം സംബന്ധിച്ച പ്രശ്നമാണോ? കാരണം നേരത്തെയും ഈ വിഷയം ഇവർ പലതവണയായി ഉന്നയിച്ചിരുന്നു, അതിന് പരിഹാരമുണ്ടായില്ല എന്നതിൻ്റെ പശ്ചാത്തലത്തിലാണോ ഇപ്പോൾ സമരം? സംസ്ഥാന വ്യാപകമായി സമരം നടക്കുമ്പോൾ സ്വാഭാവികമായും ഈ ഓൺലൈൻ ഭക്ഷ്യവിതരണ ശൃംഖലയെ അത് കാര്യമായി ബാധിക്കും. അങ്ങനെ അത്തരത്തിൽ അതിനെ ബാധിച്ചിട്ടുണ്ടോ ഇതിനകം? രഞ്ജിത്ത്, സ്വിഗ്ഗിയുടെ ഇൻസ്റ്റാമാർട്ട്, അതായത് നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിൽ എത്തിക്കുന്ന ശൃംഖലയാണ് ഈ ഇൻസ്റ്റാമാർട്ട്. സ്വിഗ്ഗിയുടെ തന്നെയാണത്. അവരാണ് പ്രധാനമായും പണിമുടക്കുന്നത്. അവർക്ക് ഐക്യദാർഢ്യവുമായി ഭക്ഷണ വിതരണ ശൃംഖലയിലെ തൊഴിലാളികളും പങ്കെടുക്കുന്നുണ്ട്. സൊമാറ്റോയും ഒരു ദിവസം ഇത് അനിശ്ചിതകാല പണിമുടക്കാണ്. അതിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് സൊമാറ്റോയും സമരത്തിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഭക്ഷണ വിതരണം, ഓൺലൈൻ ഭക്ഷണ വിതരണം പൂർണ്ണമായും തടസ്സപ്പെടാൻ ഇടയുണ്ട്. ഇന്ന് രാവിലെ 6 മണിക്കാണ് ഇവർ സമരം ആരംഭിച്ചത്. കോഴിക്കോടും ഇന്ന് തന്നെ സമരം തുടങ്ങുന്നുണ്ട്. ക്രിസ്മസിന് മുമ്പ് പത്തനംതിട്ട, കൊല്ലം, തൃശൂർ എന്നിവിടങ്ങളിലും സമരം ആരംഭിക്കാനാണ് സ്വിഗ്ഗിയുടെ ജീവനക്കാരുടെ തീരുമാനം. CITUവും INTUCയുമാണ് ഈ സമരത്തിന് പ്രധാനമായും പിന്തുണ അർപ്പിച്ചിട്ടുള്ളത്. അല്ലെങ്കിൽ അവരുടെ പിന്തുണയിൽ കൂടിയാണ് സമരം നടക്കുന്നത്. 2018 സംസ്ഥാനത്ത് സ്വിഗ്ഗി ഈ ഭക്ഷ്യവിതരണ ആപ്പ്, ഓൺലൈൻ ഭക്ഷ്യവിതരണം തുടങ്ങിയത്. പിന്നീട് അന്ന് മുതൽ കിലോമീറ്ററിന് 5 രൂപ ആണ് നൽകിക്കൊണ്ടിരുന്നത്. അത് വീണ്ടും കുറവ് വരുത്താൻ ശ്രമിക്കുന്നു, പല ആനുകൂല്യങ്ങൾ നൽകുന്നതെന്ന് ആരോപിച്ചാണ് ഇപ്പോൾ ഇൻസ്റ്റാമാർട്ടിലെ ഈ തൊഴിലാളികൾ സമരം ചെയ്യുന്നത്. ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് അവരുടെ തീരുമാനം. രാവിലെ നമ്മൾ കണ്ടത് ഈ സമരം ചെയ്യാൻ എത്തിയ ആളുകൾക്ക് അപ്പുറത്തേക്ക് ജോലി കയറാനും ആളുകൾ വന്നു. അവരും ഇങ്ങനെയുണ്ട്. അവർ ഇത് ജോലി ചെയ്യാൻ തയ്യാറായി വന്ന ആളുകളാണ്. അവർ കുറച്ചാളുകൾ ജോലി ചെയ്യാൻ വന്നിട്ട് അവർ മടങ്ങിപ്പോവുകയാണ്. നിങ്ങൾ സമരത്തിലുള്ളവരല്ല, ജോലി ചെയ്യാൻ വന്നവരാണോ? ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് വന്നവരാണ്. അതെ, നമ്മൾ എന്തായാലും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഇപ്പൊ ഏകദേശം 5ാമത്തെ സമരമാണ്. അപ്പൊ ഇതുകൊണ്ട് നമുക്ക് ഒന്നും നേടാൻ പറ്റിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഒരു ദിവസത്തെ ഒരു 500 കിട്ടട്ടെ എന്ന് വെച്ചിട്ട് നമ്മൾ ഇറങ്ങി ഓടാൻ വേണ്ടിയിട്ട് വന്നത്. അപ്പൊ ഇവരിവിടെ വന്നിട്ട് നമ്മളെ അടിക്കുന്നു, ഇടിക്കുന്നു, അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകരാണ് ഇവിടെ വന്ന് വെറുതെ നിൽക്കുന്നത്. ടയർ കുത്തി കയറുക, അതൊക്കെയാണ്. ആദ്യമേ ഒന്ന് ഭീഷണിപ്പെടുത്തുന്ന ഒരു ഇതിലാണ് നമ്മുടെ സംസാരിക്കുന്നത്. നമ്മൾ 4 വർഷം കൊണ്ട് രാവിലെ മുതൽ രാത്രി വരെ ഓടുന്നവരാണ്. പ്രശ്നമുണ്ട്, ഈ വേതനം കുറവെന്ന പ്രശ്നമുണ്ട്. കുറവാണ്, പക്ഷെ ഇവരാരും നമ്മളടുത്ത് സഹകരിച്ചല്ല. ഇവര് മുൻകൂട്ടി നിശ്ചയിച്ച് എന്നിട്ട് നമ്മളടുത്ത് ഒന്ന് സംസാരിച്ചായിരുന്നു. അപ്പൊ നമ്മൾ പറഞ്ഞു നമുക്ക് ഇപ്പൊ നിൽക്കാൻ എന്തായാലും പറ്റത്തില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിൽ ഇപ്പോഴത്തെ ക്രിസ്മസ് കാലയളവിൽ നമുക്ക് 66,000 രൂപയാണ് ഒരു മാസം ഇട്ടേക്കുന്നത്, മിനിമം ഗ്യാരണ്ടി ഇട്ടേക്കുന്നത്. അപ്പൊ അത് ഈ മാസത്തെ ഈ വിശേഷ ദിവസങ്ങളിൽ മാത്രമേ ഇടാറുള്ളൂ. അപ്പൊ അതും കൂടെ അവരില്ലാണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നുമില്ലാതായി പോകും. അതെല്ലാ ദിവസവും നമ്മൾ ലീവ് എടുക്കാതെ ഓടാൻ വേണ്ടി ആലോചിച്ച് ഒരു 10 ദിവസം കഴിഞ്ഞ് അടുത്ത മാസം ഇവർ ചെയ്യാൻ നോക്കി നമ്മളെല്ലാരും കൂടെ നിന്നാ. പക്ഷെ നമ്മളടുത്ത് ആലോചിക്കത്തില്ല. പൈസ കിട്ടുന്ന സമയമാണെന്ന് തോന്നുന്നില്ല. അതേപോലെ ഓട്ടോ ഉണ്ട്, റെസ്റ്റോറന്റിലെല്ലാം ഭയങ്കര ഡിലേ ആണ്. ഏകദേശം 1/2 മണിക്കൂർ 3/4 മണിക്കൂർ ഇരുന്ന് തന്നെയാണ് ചിലപ്പോൾ ഒരു ഓർഡർ എടുത്തോണ്ട് പോകുന്നത്. പ്രശ്നങ്ങളുണ്ട്, പക്ഷേ ഈ സമരം നിങ്ങളോട് ആലോചിക്കാതെ എടുത്ത തീരുമാനമാണ്. നമ്മളടുത്ത് ആലോചിച്ചിട്ടില്ല. പിന്നെ ആലോചിക്കുന്നപ്പോൾ ഞങ്ങള് കഴിഞ്ഞ എല്ലാ സമരത്തിനും ഞങ്ങൾ സപ്പോർട്ട്, അകമഴിഞ്ഞ സപ്പോർട്ടാണ് കൊടുത്തത്. ഇപ്രാവശ്യം സമരം പ്രഖ്യാപിച്ച അന്ന് മുതൽ ഞങ്ങൾ നേരിട്ടും അല്ലാതെയും വധഭീഷണിയും, ഞങ്ങളുടെ വണ്ടി കുത്തിക്കയറും. അപ്പൊ ഞങ്ങൾക്കും ജീവിക്കണ്ടേ സാറേ? വേറെ യൂണിയനാണോ? നിങ്ങൾ വേറെ? ഞങ്ങൾ ഒരു യൂണിയനിലില്ലാത്ത ആൾക്കാരാണ്. ഒരു യൂണിയനിലില്ലാത്ത ആൾക്കാരാണ്. എല്ലാവരും ഉണ്ട്, പല അനുഭവങ്ങളും ഉണ്ട് ഇതിൽ. അപ്പൊ നമ്മളിപ്പോ ഈ ഒരു സമരത്തിനോട് നമ്മൾ യോജിക്കുന്നില്ല. രാവിലെ ഇൻസ്റ്റാൾമെന്റ് ഓർഡർ എടുക്കാൻ വന്നപ്പോഴത്തേക്ക് നമ്മളെ പിടിച്ചുള്ള അടിക്കുകയൊക്കെ ഉണ്ടായി ഇവിടെ. അപ്പൊ അത് കാരണത്താലാണ് ഇവിടെ വന്നത്. അത് നിങ്ങൾ ആലോചിച്ച് തീരുമാനിച്ചതാണ്. നിങ്ങളുടെ ഈ ടിപ്പ് പോലും ഈ കമ്പനി ആള് ടിപ്പും തരുന്ന പരാതിയൊക്കെ കിട്ടുന്നുണ്ടല്ലോ, കൃത്യമായിട്ട് കിട്ടുന്നുണ്ട്. നമുക്ക് സർജ് കിട്ടുന്നുണ്ട്. ഇപ്പൊ നമുക്കൊരു സമരം വേണമെന്നുണ്ടെങ്കിൽ എല്ലാ തൊഴിലാളികൾക്കും കാണിച്ചു കഴിഞ്ഞ സമരത്തിന് ഈ പുള്ളി 2000 ഇവിടെ നിൽക്കുന്ന റൈഡേഴ്സിന്റെ ഒപ്പ് മേടിച്ചുകൊണ്ട് ലേബർ ഓഫീസിൽ കൊണ്ട് ഈ വേതനം മതി എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഈ വ്യക്തി. ലേബർ ഓഫീസിലെ അതിന്റെ ക്ലിയർ ആയിട്ടുള്ള ഡോക്യുമെന്റ്സ് വരെ അവിടെ ഇരിപ്പുണ്ട്. ഈ പുള്ളി അനാവശ്യമായിട്ടുള്ള മറ്റുള്ള അതായത് കള്ള ഒപ്പ്, അതായത് ഈ പുള്ളിക്ക് മാനേജ്മെന്റ് നല്ല പൈസ കൊടുക്കുന്നുണ്ട്. മാസം തോറും ഓടിയില്ലെങ്കിലും
10,000 രൂപ വെച്ച് അക്കൗണ്ടിൽ പോകുന്ന വ്യക്തിയാണ് ഈ വ്യക്തി. മനസ്സിലായില്ലേ? 1.5 വർഷത്തോളമായി ഇരിക്കണം. 6 മാസം എന്റെ ID ബ്ലോക്ക് ആക്കിയിട്ട് കഴിഞ്ഞ സമരത്തിന് സാർ കഴിഞ്ഞ 6 മാസം എന്റെ ID ഇവിടെ ബ്ലോക്ക് ആയിട്ട് സമരത്തിന് നിന്നതാണ് സാർ. കേട്ടല്ലേ? ഈ പുള്ളി പൈസ മേടിച്ചുകൊണ്ട് എന്റെ ID ബ്ലോക്ക് ചെയ്ത വ്യക്തിയാണ് ഈ പുള്ളി. മനസ്സിലായില്ലേ? ഇങ്ങനെ ഉള്ളവരാണ് ഈ സമരത്തിന് വേണ്ടി തൊഴിലാളികൾക്ക് വേണ്ടി നിൽക്കല്ല നിങ്ങൾ പറയുന്നത്. മനസ്സിലായില്ലേ? ഈ ടിപ്പൊന്നും ടിപ്പല്ല, കിലോമീറ്റർ ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഉടായ്പാണ് സുഖി കാണിക്കുന്നത്. ഇവിടെ എന്തായാലും റെഡ് കാർഡ് മാറാതെ ഈ സമരം പിൻവലിക്കുകയല്ല. കുറെ ഇതുപോലുള്ള കുറച്ച് വിഡ്ഢികൾ ഇറക്കുന്ന സമരം പൊളിക്കാനും പറ്റില്ല. ശക്തമായിട്ടുള്ള മുന്നറിയിപ്പാണ് എല്ലാവർക്കും കൊടുക്കുന്നത്. ഇത് പൂർണ്ണമായിട്ട് മുടങ്ങും. എങ്ങനെയാണ് പൂർണ്ണമായിട്ട് അനിശ്ചിതകാല സമരമാണ് നടക്കാൻ പോകുന്നത്. അനിശ്ചിതകാല സമരം, വേതന വർധനവ് സ്വിഗ്ഗി മാനേജ്മെന്റ് തൊഴിലാളികളുമായിട്ട് ചർച്ചയ്ക്ക് വരുന്നത് വരെ സമരം തുടരും. എല്ലാ കാലത്തും സമരം നടക്കുമ്പോൾ സമരം പൊളിക്കാൻ വേണ്ടിയിട്ട് കമ്പനി കുറെ ആൾക്കാരെ ഇറക്കും. അത് പൈസ കൊടുത്ത് കൊണ്ടുവരുന്ന ആൾക്കാരാണ്. എല്ലാ പ്രാവശ്യവും അതുകൊണ്ട് ഇപ്രാവശ്യം അവരുണ്ടാവും. അത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾ ഈ മേഖലയിൽ തൊഴിലെടുക്കുന്ന മുഴുവൻ തൊഴിലാളികൾക്ക് വേണ്ടിയിട്ടാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത്. ഞങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം വേതന വർധന ഉണ്ടാകുക എന്നുള്ളതാണ്. ഏകദേശം 6 വർഷക്കാലമായി ഒരേ വേതനത്തിൽ ഓടുന്ന ആൾക്കാരാണ്. ജീവിത ചെലവുകൾ വർദ്ധിച്ചു. ഇത് ഏറ്റവും കൂടുതൽ പൈസ കിട്ടുന്ന മാസമാണ്, ഒരുപാട് ഓർഡർ കിട്ടുന്ന മാസമാണ്. അതുകൊണ്ടാണ് അവർ ഒരു വിഭാഗം പങ്കെടുക്കാതെ. അല്ല, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞങ്ങൾ ഈ സമയത്ത് തന്നെ ഞങ്ങൾ സമരം വെച്ചത്. എന്തുകൊണ്ടാണ്? കാരണം കമ്പനി നമ്മൾ ഏത് സമയത്ത് സമരം വെച്ചാലും കമ്പനി ചർച്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഇപ്പോൾ 5-ാം തീയതി 11-ാം തീയതി ലേബർ കമ്മീഷനിൽ ചർച്ചയ്ക്ക് വിളിച്ചു. കമ്പനിയിൽ ഒരു പ്രതിനിധി പങ്കെടുത്തില്ല. തിരുവനന്തപുരത്ത് ഉണ്ടായിരുന്നിട്ട് പോലും മനഃപൂർവ്വം പങ്കെടുക്കാതാണ്. എത്ര ജീവനക്കാരുണ്ട് സ്വിഗ്ഗി ഓടുന്ന തിരുവനന്തപുരത്ത്? എത്ര പേര്? തിരുവനന്തപുരത്ത് മാത്രം 6,000-7,000-ഓളം ജീവനക്കാർ സ്ഥിരം ഓടുന്നവരുണ്ട്. ഇത് മാത്രം ഉപജീവന മാർഗമായിട്ട് കണ്ടോടുന്ന വനിതകൾ ഉൾപ്പെടെയുള്ളവരുണ്ട്. അവരിന്ന് പണിമുടക്കാണ്. ഈ ഇൻസ്റ്റാമാർട്ടിൽ വനിതകൾ ഇഷ്ടം പോലെ, ഏറ്റവും കൂടുതൽ വനിതകൾ ജോലി ചെയ്യുന്ന ഒരു ഇൻസ്റ്റാമാർട്ടിലുള്ളവരൊക്കെ സമരത്തിനാണ്. അതെ, പാക്കിംഗ് അല്ല, റൈഡർമാർ മാത്രമാണ്. ഞങ്ങളുടെ വരുമാനമാണ് ഏറ്റവും കുറവ്. ഞങ്ങളുടെ വരുമാനം എന്ന് പറഞ്ഞാൽ വെറും 5 രൂപയാണ് ഇത്രയും വർഷം കൊണ്ട്. ഈ പെട്രോളിന് 65 രൂപ ഉണ്ടായിരുന്നു. എത്ര വർഷം ഇൻസ്റ്റാമാർട്ട് തുടങ്ങിയിട്ട് 1.5 കൊല്ലേ ആവുള്ളൂ. ഈ ഫുഡ് ഡെലിവറി ചെയ്യുന്നവരും സമരത്തിൽ നിൽക്കുകയാണ്. എല്ലാം മുഴുവൻ, അതായത് ഈ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ റൈഡർമാരും സമരത്തിൽ നിൽക്കുകയാണ്. സൊമാറ്റോ പിന്തുണ പ്രഖ്യാപിച്ചു. സൊമാറ്റോ റൈഡർമാർ ഇന്ന് പിന്തുണ ഇന്നത്തെ ദിവസം പ്രഖ്യാപിച്ചു. അവരും ഡെലിവറി ആയിട്ട് അവരും നിർബന്ധിത ഓഫ്ലൈൻ അല്ല, താല്പര്യമുള്ളവർക്ക് ഓഫ്ലൈൻ പോയി സഹകരിക്കാമെന്നുള്ളതാണ് നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. ഇതാണ് അവസ്ഥ. ഒരു വിഭാഗം ജീവനക്കാർ, ഭൂരിഭാഗം ജീവനക്കാരും 6,000-7,000 ഒക്കെ ഉണ്ട്. കൃത്യമായ കണക്കവർ പറഞ്ഞെങ്കിൽ പോലും 6,000-7,000 ജീവനക്കാരുണ്ട്. ഇതാണ് ഇൻസ്റ്റാമാർട്ടിന്റെ ഇവിടുത്തെ ഓഫീസ്. ഇവിടെ നിന്നാണ് ഈ നിത്യോപയോഗ സാധനങ്ങൾ വീടുകളിലേക്ക് എത്തിക്കുന്നത്. ഉൾവശം പാക്കിങ്ങും അതുപോലെ തന്നെ പിന്നീട് പുറത്ത് ഈ ആളുകൾ ജീവനക്കാർ എത്തുകയും ഒക്കെ ചെയ്യുന്നതാണ്. നേരത്തെ നോട്ടീസ് നൽകിയുള്ള ഒരു പണിമുടക്കാണ്. മാനേജ്മെന്റിന്റെ നടപടികൾക്കെതിരെ സമരമെന്നാണ് ഇവർ പ്രധാനമായും പറയുന്നത്. മാനേജ്മെന്റ് ഈ രീതിയിൽ ഒരു തരത്തിലും തങ്ങളെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിലേക്ക് ആനുകൂല്യങ്ങൾ വെട്ടിക്കുറയ്ക്കുന്നു. അതിൽ പ്രതിഷേധിച്ച് സമരമെന്ന് ഒരു ഭാഗം പറയുമ്പോൾ ജോലി ചെയ്യാൻ തയ്യാറെടുത്തു വരുന്ന ആളുകളുമുണ്ട്. അതായത് അരുണ്, ഇവര് ഉന്നയിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ആരോപണം, പലതവണയായി ഈ സമരങ്ങൾ നമുക്ക് ഇതിനു മുൻപ് കുറേ മാസങ്ങൾക്ക് മുൻപൊക്കെ 2-3 തവണയൊക്കെ നമ്മൾ ഒരുപാട് ഇതുമായി ബന്ധപ്പെട്ട ഓൺലൈൻ ഡെലിവറി തൊഴിലാളികളുടെ സമരങ്ങൾ കണ്ടതാണ്. ഈ സമരങ്ങൾ ഈ സേവന വേതന വർധനവുമായി ബന്ധപ്പെട്ടായിരുന്നു. ഒപ്പം തൊഴിൽ സമയവുമായി ബന്ധപ്പെട്ടുള്ള സമരവും നമ്മൾ കണ്ടു. ഇവിടെയും ഈ സമരത്തിനും അത്തരം ആവശ്യമുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. 19 മണിക്കൂറൊക്കെയാണ് തൊഴിൽ ചെയ്യാൻ നിർബന്ധിക്കുന്നത് എന്നൊരു പരാതി ഇവർക്കുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. പക്ഷെ അപ്പോൾ മറ്റൊരു ആരോപണം ഇവർ ഉന്നയിക്കുന്നത്, ഈ സമരം തുടങ്ങുമ്പോൾ അത് പൊളിക്കാനായി ഒരു കൂട്ടം ആളുകളെ കമ്പനി തന്നെ ഇറക്കും. അതൊക്കെ യൂണിയനിലൊന്നും പെടാതെ, ഒരു യൂണിയനിലും പെടാതെ സ്വന്തമായി ജോലി ചെയ്യുന്ന ആളുകളാണ്. അങ്ങനെ ഒരു ആരോപണവും ഉണ്ടല്ലോ. അതിനെന്തെങ്കിലും വാസ്തവമുണ്ടോ? ഇപ്പോൾ ഈ സമരത്തിൽ പങ്കെടുക്കുന്നവരുടെ എണ്ണമാണോ കൂടുതൽ? പ്രത്യക്ഷത്തിൽ സമരത്തിൽ പങ്കെടുക്കുന്ന എണ്ണം തന്നെയാണ് കൂടുതൽ. 13 ആവശ്യങ്ങളാണ് ഇവർ ഈ പണിമുടക്ക് നോട്ടീസിൽ പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ടത് തൊഴിലാളിക്ക് ഓർഡർ അസൈൻ ആകുന്നത് മുതൽ ഓർഡർ ഡെലിവറി ചെയ്യുന്നവരെയുള്ള മൊത്തം ദൂരത്തിന്റെ ആദ്യത്തെ 3 കിലോമീറ്ററിൽ 30 രൂപ വേണം. തുടർന്നുള്ള ഓരോ കിലോമീറ്ററും 10 രൂപയായി നിശ്ചയിക്കണം. നിലവിലെ ഇൻസെന്റീവ് നിലനിർത്തിക്കൊണ്ട് തന്നെ ചെയ്യണമെന്ന പ്രധാനപ്പെട്ട ആവശ്യം. ഈ കമ്പനി ക്രൈറ്റീരിയ അനുസരിച്ച് ജോലി ചെയ്യുന്ന തൊഴിലാളിക്ക് മിനിമം ഗ്യാരണ്ടി 1,250 രൂപ മിനിമം ശമ്പളം നൽകണം. മൾട്ടി ഓർഡറിൽ രണ്ടാമത്തെ ഓർഡറിന് ഓർഡർ പേ ആദ്യത്തെ 3 കിലോമീറ്റർ 30 രൂപയാണെങ്കിൽ പിന്നീട് 10 രൂപ വെച്ച് അധികം നൽകാൻ തുടങ്ങി പല ആവശ്യങ്ങളുണ്ട്. സാലറി സ്ലിപ്പ് നൽകണം. വർഷം തോറും ഈ ശമ്പള പരിഷ്കരണം നടപ്പാക്കണം. എല്ലാ ഓർഡറുകൾക്കും വെയിറ്റിംഗ് ചാർജ് നൽകണം. ഇൻസ്റ്റാമാർട്ട് ഡമ്മി ഓർഡർ ഒഴിവാക്കണം തുടങ്ങി ലൊക്കേഷൻ മാപ്പ്. അതായത് പറയുന്ന പ്രധാനപ്പെട്ട ആരോപണം,
ഈ ലൊക്കേഷൻ മാപ്പിലൊക്കെ കൃത്രിമം നടത്തി അവർക്ക് ലഭിക്കാവുന്ന തുക ഇവർ വെട്ടിക്കുറയ്ക്കുന്നു എന്നൊരു പരാതി കൊണ്ട് എന്താണ് ഈ ലൊക്കേഷൻ മാപ്പിൽ എങ്ങനെയാണ് കൃത്രിമം നടത്തുന്നത്? മാപ്പ് ലൊക്കേഷൻ ഇപ്പൊ നമുക്കിപ്പോ ഫസ്റ്റ് മെയിൽ കൂട്ടിയാണ് ഇപ്പൊ ഓർഡർ അടിക്കുന്നത്. നേരത്തെ നമ്മളൊരു 2 വർഷത്തിനിപ്പുറം വെച്ചാണ് നമുക്ക് 1 കിലോമീറ്ററിനകത്താണ് അടിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പാളയത്ത് നിൽക്കുന്നെങ്കിൽ നമ്മളെ ഏകദേശം ഇവിടെ നമ്മുടെ മെഡിക്കൽ കോളേജ് വരെ അടിക്കും. അപ്പോഴത്തേക്ക് അത് അവിടെ പോയി എടുക്കണം. അത് ഫസ്റ്റ് മെയിൽ ഒരുപാട് കൂട്ടിയിട്ടുണ്ട്. നേരത്തെ 1 കിലോമീറ്റർ എന്നുള്ള ഇപ്പൊ 3ഉം 5ഉം കിലോമീറ്ററിനകത്തായി. ഈ ഫസ്റ്റ് മെയിൽ കിലോമീറ്റർ വൻ തട്ടിപ്പാണ്. അതിൽ കിലോമീറ്റർ വളരെ കൃത്രിമമായിട്ടാണ് മാപ്പ് കാണിക്കുന്നത്. അതായത് ഡമ്മി ഓർഡർ എന്ന് ഉദ്ദേശിക്കുന്നത് ഇൻസ്റ്റാമാർട്ടുകാർക്കുള്ള ഓർഡറാണ്.